കൂടെയുള്ള കോമ്പിനേഷൻ ആകുമ്പോ പിന്നെ എന്റെ ഗുണമൊന്നും അല്ലാതെ. ഓ വിനയം. അപ്പയ്ക്ക് അധികം നെയ്യ് ഇട്ടാ പോഴക്കുറി. ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. എല്ലാരും കൂടെ ശ്രദ്ധക്കാരാ, പിന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് മാറിക്ക്. അമ്മ ഇന്ന് എല്ലാവരുടെ അഭിപ്രായം പ്രമാണിച്ച് കണ്ണാടിയൊക്കെ എടുത്തു വെച്ചു. മകള് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണിക്കാം. ഒരു കുറെ ഉണ്ടല്ലോ. എനിക്കതേ ഇഷ്ടമേ. നീല പാക്കറ്റ് വരട്ടെ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് പണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ എഴുത്തുള്ളതുണ്ടായിരുന്നു കേട്ടല്ലോ, അല്ലെങ്കിൽ വിവരറിയും. ഇന്ന് അപ്പൊ വൈകുന്നേരം എന്നോട് പറഞ്ഞു ഇട്ടേക്കണതൊക്കെ മാറിയേച്ച് വേറെ ഉപ്പായങ്ങൾ ഇടാനില്ലേന്ന് ചോദിക്കാം. അങ്ങനെ സെപ്പറേറ്റ് കിട്ടുമല്ലേ? പിന്നെ അത് ഒരു കാര്യമുണ്ട്, പ്രീതിയുടെ സർവീസ് സെന്ററിൽ ഇതിനെ ചമ്മന്തി അപ്പയുടെ ഫേവറേറ്റാ. നല്ല മണമുണ്ട്, മണക്കാതെ തന്നെ മണം അറിയാൻ പറ്റുന്നുണ്ട്. ചമ്മന്തി വെറുതെ അല്ല. ഇന്ന് അമ്മ എന്നാ ദോശയും ചമ്മന്തിയൊക്കെ അപ്പയുടെ ഫേവറേറ്റ് ആയതുകൊണ്ടാണോ അമ്മ ദോശയും സാമ്പാറും? പക്ഷെ അമ്മ ഇടിയപ്പത്തിലേക്കാണ് കൈ പോകാറ്. ഓ അപ്പയ്ക്ക് ദോശയുടെ കൂടെ സാമ്പാറാണോ ചമ്മന്തിയാണോ ഇഷ്ടം? സാമ്പാറാണോ ഇഷ്ടം? എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഉണ്ടോ? എന്നാ എനിക്കിതൊന്നും വേണ്ട, മീൻകറി മാത്രം മതി. മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു രുചിയിൽ വരുന്ന ആ ഒരു മാറ്റം ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആണല്ലോ, മുറിഞ്ഞു പോവാ. മാറ്റി വേറെ ഇതാട്ടോ. എങ്ങനെയുണ്ട്? നല്ല ഒന്നാന്തര അരി അയ്യാറത്തിന്റെ പച്ചരി. റേറ്റ് കൂടുതൽ അപ്പോഴും പറഞ്ഞാൽ മതി, റേറ്റ് ചോദിച്ചാ അപ്പൊ പറയും. പിന്നെ ഒന്നാന്തര കൂട്ടണം. അപ്പൊ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ ആകുമ്പോ പിന്നെ എന്റെ ഗുണമൊന്നും അല്ലാതെ. ഓ വിനയം. ചമ്മന്തി അപ്പൊ എടുക്കണേ ഇല്ലല്ലോ. പിന്നെ ഫ്രഷ് ഫ്രം ദ ഓവൻ കിച്ചൺ. ഭയങ്കര സോഫ്റ്റാ. സാമ്പാറും ചമ്മന്തിയും ഒക്കെ അമ്മ ഉണ്ടാക്കി. പക്ഷെ മീൻചാറുണ്ടെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ്, ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കഴിക്കണവരുണ്ട്. പിന്നെ ഇഡലിക്കും മീൻ കഴിക്കണവരുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പയ്ക്ക് അധികം നെയ്യ് ഇട്ടാ പോഴക്കുറി. അപ്പയ്ക്കുള്ളത് ഇത് കഴിഞ്ഞിട്ട് നിന്റെ ചുടാം, പിന്നെ എൻ്റെ ചുടാം. മുടട്ടേട്ടോ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ചത് കൊണ്ടാട്ടോ പ്ലേറ്റ് അടിയിൽ വെച്ചതെന്നാന്ന് വെച്ചാൽ നനഞ്ഞിരിക്കുമല്ലേ. ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. വേറെ ആർക്കും അല്ല, ഞങ്ങളുടെ മകളുടെ ശ്രദ്ധയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ രീതി പ്രകാരം ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ മാത്രം ഫ്രിഡ്ജിലെ ഐറ്റംസ് വെക്കുക. ഇല്ലെങ്കിൽ അമ്മ ഏത് നേരം ഇങ്ങനെ തുടച്ചു നടക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആ തട്ടിലൊക്കെ വെള്ളം വീഴും. അതാണ് അമ്മയുടെ ന്യായം. എനിക്കത് ഇഷ്ടമല്ല വെള്ളം. അപ്പയ്ക്ക് കൊടുത്തേച്ച് വെച്ചേട്ടോ. ഇച്ചിരി ചമ്മന്തി ഒഴിച്ചു, നല്ല ചമ്മന്തി. ഇനി കിണക്കും കൊണ്ടുവരാമോ? ചിലർക്ക് ദോശ ഇങ്ങനെ പാനിലേക്ക് വീഴുമ്പോഴുള്ള ശബ്ദം അത് കേൾപ്പിക്കാൻ ഭയങ്കര കൂവയെ പറ്റി പറയുക കേട്ടോ ഞങ്ങള്. ചമ്മന്തി എങ്ങനെയുണ്ട്? അപ്പൊ ഇപ്പൊ ഏതാണ് ഏറ്റവും ആദ്യം ഇഷ്ടമായി എന്ന് പറയാന്നുള്ള ഒരു കൺഫ്യൂഷനിലല്ലേ? അപ്പയൊന്നും കഴിക്കില്ല. ദോശയുടെ ഒപ്പം ഓൺലി സാമ്പാർ, അതില്ലെങ്കിൽ അപ്പ ചട്നി കഴിക്കും.
അല്ലാതെ ഫിഷ് കറി ഒന്നും കഴിക്കില്ല അല്ലേ? ഫിഷ് കറി കഴിക്കുന്ന ആള് ഞാനാ. അല്ല, ഈ ദോശയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലെങ്കിലും സോ ഗുഡ് ആൻഡ് സോഫ്റ്റ്. ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചപ്പോൾ അമ്മ ആ വഴി വന്ന്. അതേ കണ്ട ഞാൻ കഴിക്കാൻ പോണേ. നെയ്യ് അങ്ങ് കാര്യമായിട്ട് അമ്മ ഒഴുക്കിയിട്ടുണ്ടല്ലോ. മുഴിയാണോ അത്? ബാസ അപ്പൊ പറഞ്ഞു മുഴിയാന്ന്. അവരങ്ങനെ പറഞ്ഞു. ബംഗാളീസ് അവിടെ വിൽക്കാനിരിക്കണം മാർക്കറ്റിൽ നിന്നാ. അത് ശരി. ഇത് പക്ഷെ നുറുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ നുറുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പീസാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ദോശയും മീൻകറിയും ഇഷ്ടമുള്ളവർ ആരൊക്കെയാന്ന് കമന്റ് ചെയ്യണേ. നല്ല സോഫ്റ്റ് ദോശയാ. എന്താ കാണിച്ചു തരാം, മുറിച്ച് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇപ്പൊ തന്നെ. പിടിക്കാൻ പോലും പറ്റില്ല, സോഫ്റ്റാ. മറച്ചിടാത്ത ദോശയാട്ടോ. ഇച്ചിരി മീൻചാറിൽ മുക്കുക. ഇങ്ങനെയാണ് ഞാൻ കഴിക്കണേ. കണ്ടോ? ഇപ്പൊ ഇന്ന് കഴിക്കട്ടെ. സൂപ്പറാ. പക്ഷെ എല്ലാവർക്കും കോമ്പിനേഷൻ ഇഷ്ടമാണെന്നില്ല കേട്ടോ. ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. ഓരോരുത്തർക്കും ഓരോ രുചിയാണ്. ദോശ അടിപൊളിയാ. എനിക്ക് ഞാൻ അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും മീൻകറി ഇരിപ്പുണ്ടോ എന്ന്. മീൻകറി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടും. അങ്ങനെയാണ് കേട്ടോ എപ്പോഴും. എനിക്ക് ഇത്രയും വേണ്ട. അമ്മ ദോശയും സാമ്പാറും ഫേവറേറ്റ്. അമ്മയ്ക്ക് സാമ്പാറുള്ളപ്പോ പിന്നെ വേറെ ഒന്നും വേണ്ട. ഞാൻ ചോറിന്റെ കൂടെയും ചട്നി കൂട്ടും. ഈ പച്ചമുളക് നമ്മൾ ഒന്നിച്ചിട്ടേക്കണോണ്ട് ഏത് പച്ചമുളകെന്ന് അറിയില്ല സാമ്പാർ ഇപ്പോഴാണ് ഇട്ടത്. ഈ നെയ്ക്ക് നല്ല സ്വാദുണ്ട് കേട്ടോ. അത് നമ്പീസിനല്ലേ. ഇത്തവണ ഞാറ്റുവേല വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാറ്റുവേല ഇന്ന് ജൂലൈ 5 ഞാറ്റുവേല തീരുവാ. തിരുവാതിര ഞാറ്റുവേല കേട്ടോ. ഞാറ്റുവേല എല്ലാ മാസവും ഉള്ളതാണ്. തിരുവാതിര ഞാറ്റുവേല മഴ സീസണിലുള്ളത്. ജൂൺ 22-ാം തീയതി ആരംഭിച്ചു, ജൂലൈ 5-ാം തീയതി അവസാനിക്കുക. അപ്പം ഞാറ്റുവേലയ്ക്ക് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ വീടുകളിലും തൈകളും ചെടികളും പച്ചക്കറികളും ഒക്കെ നടിയില്ല. ഞാറ്റുവേലയ്ക്ക് നട്ട് കഴിഞ്ഞാൽ എല്ലാം പിടിക്കുമെന്നാണ് പറയണത്. അത് എനിക്ക് തോന്നുന്ന മെയിൻ കാരണം വേനൽ കഴിഞ്ഞു മഴ തുടങ്ങണ സീസണല്ല. തിരുവാതിര ഞാറ്റുവേലയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്നറിയോ? നല്ല മഴയും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും കാറ്റും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാലാവസ്ഥയായിട്ടാണ്. അപ്പം അത് കൃഷിക്കൊക്കെ നല്ല അനുയോജ്യമാണല്ലോ അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അവിടെ ഇങ്ങനെ കിടക്കുമല്ലേ ആൾക്കാരും എല്ലാവരും അവിടെ ശ്രദ്ധക്കാരാ. പിന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഓരോന്നൊക്കെ കേട്ട് ഞാൻ പറയണത് എനിക്ക് വലിയ അറിവുകളില്ല. കാപ്പി കുടിച്ച് ചൂടാറാറ് പതക്കാപ്പി. ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് മാറിക്ക്. അമ്മ ഇന്ന് എല്ലാവരുടെ അഭിപ്രായം പ്രമാണിച്ച് കണ്ണാടിയൊക്കെ എടുത്തു വെച്ചു. കണ്ണാടി നേരത്തെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ വെക്കാറില്ല. വായിക്കാൻ നേരത്തെ വെക്കുള്ളൂ. നിങ്ങൾ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാം. അതെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ നേരത്തെ വെച്ച് വായിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കണ്ണിന് സ്ട്രെയിൻ അല്ലേ. 5 വർഷമായിട്ട് കണ്ണാടി വെച്ചാൽ ഞാൻ വായിക്കുന്നത്. പേപ്പർ വായിക്കുന്നത്, മാഗസിൻ വായിക്കുന്നത്, എല്ലാ സംഗതികളും. അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനിത് എപ്പോഴും എൻ്റെ ബാഗിനകത്ത് ഉണ്ടാവും. നമ്മൾ ഷോപ്പിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഓരോ സംഗതികൾ നോക്കാൻ പറ്റൂല ഇല്ലെങ്കിൽ. അപ്പം ഞാൻ പിന്നെ അത് ഈ വെക്കാതെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ സ്ട്രെയിനായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ തുറച്ച് നോക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് എടുക്കാം. മകള് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇന്ന് ഗ്രോസറീസ് കുറവാട്ടോ. ആ പാക്കറ്റിലുള്ളതാണ് പ്രധാനം. അപ്പൊ ഏതാ ആദ്യം തുറക്കണം? ഇഷ്ടമുള്ളത് തുറന്നോ. ഇത് തുറക്കാദ്യം. ഇത് ഏതാണ്ട് ഒരെണ്ണം പിടി കിട്ടി എന്നാന്നുള്ളത്. കൂവ. ഞാനും ഇപ്പോ അമ്മ പറഞ്ഞു കൂവയുടെ ഒരു ഫാനായി മാറി. ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് എനിക്കുള്ളതായിരിക്കും. അല്ല അതൊക്കെ എനിക്കുള്ളതാ. ഒരെണ്ണം മഞ്ഞക്കൂവ, ഒരെണ്ണം ഇൻഡിജീനിയസ് കൂവ. അതെ ഇതാ. അത് ഇൻഡിജീനിയസ് കൂവ.
ആ അത് ഇൻഡിജീനിയസ് ആണ്. ബാക്കിയൊക്കെ മഞ്ഞയാണോ? അല്ല അല്ല, ആ അത് മഞ്ഞ. ഇത് മഞ്ഞ. പിന്നെ ഉള്ളത് അമ്മയ്ക്കാണ് ബിലാത്തി കൂവ. വെള്ളക്കൂവ അല്ലേ? അതെ അതെ. അവര് പറഞ്ഞത് പക്ഷെ ബിലാത്തി കൂവ നമ്മൾ നട്ടു വളർത്തണ കൂവയാണ്. പിന്നെ ഈ മഞ്ഞക്കൂവയെ നീലക്കൂവയൊക്കെയാണ് നാടൻ കൂവ അല്ലെങ്കിൽ കാട്ടുകൂവ എന്നറിയപ്പെടുന്നത്. അതിന് ഗുണം കൂടുതലായിരിക്കും എന്നാ പറയണേ. എനിക്ക് ഗുണം കുറവ് മതി. ഇത് വെള്ളക്കൂവ. അത് 1/2 കിലോ ഉണ്ട് കേട്ടോ. നീ അങ്ങത്തെ ഇന്നങ്ങ് സന്തോഷിക്കുക. എഞ്ചിലേജ് മേടിക്കുന്നുണ്ട്. പൂവോ? തിരുവാങ്കുളത്ത് നിങ്ങളുടെ ഒരു ഷോപ്പിൽ നിന്നാ. ഞാൻ പിന്നെ എവിടെന്നാന്ന് ചോദിക്കാൻ മറന്നുപോയി. അവള് നേരത്തെ എന്നോട് പറഞ്ഞാ ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും നിനക്കാം. അത് രണ്ടും എനിക്ക്. ടിന്നുകള് ഇപ്പൊ ഞാനിത് വലിയ കണ്ടെയ്നറിൽ അടച്ചു വെച്ചു. ടിന്നുകള് സൗകര്യം പോലെ എന്നാന്ന് വെച്ചാ ചെയ്തോ. ചെയ്ത് നമുക്ക് കുറുക്കുണ്ടാക്കി എനിക്ക് കഴിക്കാം. അതെ, എനിക്ക് മഞ്ഞക്കൂവയുടെ മതി കേട്ടോ. അത് നീ പറഞ്ഞല്ലോ എന്നാന്നുള്ളത്. ഗുഡ് ലൈഫിന്റെ ഇതാ പാലല്ലേ? അതെ അതെ അതെ. പൊട്ടിക്കണ്ടോ? ഇനി വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നോട്ടെ, ആവശ്യാനുസരണം പൊട്ടിക്കാം. ഇതിൽ വെക്കണം. അത് നേരത്തെ പൊട്ടിക്കുമ്പോൾ നേരത്തെ ഒഴിച്ച് കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുപ്പി ഇല്ലാഞ്ഞിട്ടല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നെടുക്കുമ്പോൾ അതാതിൽ തന്നെ കഴുകി ഉണക്കി വെച്ചേക്കുന്നതുകൊണ്ട് അതാതിൽ തന്നെ വെക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണതാ. ഇത് നിന്റെ പനം കൽക്കണ്ട. അതെ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കതല്ലേ കൂവ കുറുക്കുമ്പോഴാണ് ഞാനത് യൂസ് ചെയ്തത്. എനിക്കതേ പിന്നെ ഇത് 100% പ്യുവർ ആണെന്നാട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ല. 100% പ്യുവർ ആണ്. ഞാൻ ഇടിച്ചതിന് ശേഷമാണ് കൂവയിലേക്ക് അത് ചേർത്തത്. ഒട്ടും തന്നെ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായി കണ്ടില്ല. അപ്പൊ അലുത്തില്ല അത്. ഞാൻ മേടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഉള്ള ജാഗറി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതായത് മറ്റേ കോക്കനട്ട് ഫ്ലവർ നെക്ടർ. അതുകൊണ്ട് മറ്റേ തെങ്ങിൻ പൂക്കുലയില്ലേ, അതിന്റെ നെക്ടർ ജാഗറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കാരണം അതിന് ഗ്ലൈക്കമിക് ഇൻഡെക്സ് കുറവാന്നാ പറയണേ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ കാര്യം കേട്ടോ. 50 ഗ്രാം 40 രൂപ. 40 രൂപ. എള്ളുണ്ട. അമ്മയ്ക്കും ഇഷ്ടമാണല്ലോ. അല്ല, ഇത് കല്യാണം. പിന്നെ ഗ്രോസറി ഇത്രയേ ഉള്ളൂ. അത് മതിയല്ലോ. ഇത് നമുക്ക് പൊട്ടിച്ചില്ലേ, അപ്പൊ കുളിച്ചു കഴിയുമ്പോ എല്ലാവർക്കും ഓരോന്നെ പൊട്ടിച്ച് കഴിച്ചേച്ച് ബാക്കി കുപ്പിയിലിടാം. അപ്പൊ ഇത് ഞാൻ വേറെ ഇടണ ഡപ്പയിൽ പൊട്ടിക്കാതെ ഇടാം. പൊട്ടിച്ച് തീർന്നപ്പോ അതിലേക്ക് പൊട്ടിച്ചിടാം. ഇത്രയാണ് ഈ ഐറ്റംസ്. ഇത് ഓൺലൈൻ അല്ലേ? അത് ഓൺലൈൻ അല്ല, പോസ്റ്റാ. പോസ്റ്റ്. അത് തന്നെ പോസ്റ്റ് നാം ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോ അങ്ങനെയായി പോയത്. ഇത് പാല്. ഇതിങ്ങനെ മാറിയിരിക്കട്ടെ അല്ലേ? നീല പാക്കറ്റ് വരട്ടെ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അടിയില് എന്തായാലും അത് നോക്ക്. നോക്കട്ടെ. മാസങ്ങളായിട്ട് തയ്യൽ കടയിൽ ഇരിക്കുവായിരുന്നു, മേടിക്കാൻ നേരം കിട്ടിയില്ല. ആ ചേട്ടൻ വിഷമിച്ച് കാണും. ഇത് പണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ എഴുത്തുള്ളതുണ്ടായിരുന്നു. നല്ല എഴുത്തുള്ളതാണ്. അത് നല്ല കളറുമാണ്, നല്ലതാ. ഇതേ പ്രേക്ഷകർ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് കുർത്താസ് ഒന്ന് കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ കാണിച്ചതാട്ടോ. ഇത് വെജിറ്റബിൾ ഡൈ പ്രിന്റാ. എനിക്കറിയാം. ഇത് പണ്ട് നമ്മൾ പാർത്താസിന്ന് ഇതിന്റെ മെറ്റീരിയൽ മേടിച്ച് നീ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പലതും തയ്ച്ചിട്ടുണ്ട്. അന്ന് തയ്ക്കുമ്പോ കോളർ വെച്ച് കുർത്തയായിട്ട് കോളർ വെച്ചുള്ള തയ്ക്കുന്ന ഓർക്കണ്ടോ? നല്ലതായിരുന്നു. 3-4 ഉണ്ടായിരുന്നു എഴുത്തുള്ള. അന്ന് നീ പറയുമായിരുന്നു ഇത് ഇടണത് എഴുത്തുകാരികളാണ്, എഴുത്തുകാരികൾ. എന്നിട്ട് ഒരു തുണിയുടെ ഒരു സഞ്ചിയും ഇട്ട എഴുത്തുകാരായി എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇത് വെജിറ്റബിൾ പ്രിന്റ് ആണോ? അത് അജ്രാക്കാന്ന് എനിക്ക് തോന്നുന്നത്. വെജിറ്റബിൾ ഡൈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിന്റെ കളേഴ്സ് ആണ് അതിൽ യൂസ് ചെയ്യണേന്നാ പറഞ്ഞേ. എല്ലാം ഒരേ കഴുത്താന്ന് തോന്നുന്നു. അത് ഓർമ്മയില്ല, കൊറേ നാൾ മുമ്പ് കൊടുത്തതല്ലേ. രണ്ടാമത്തെ ഇത് അളവ് കൊടുത്താലേ? അത് അളവാ. അതെനിക്കറിയാലോ, നേരത്തെ ഇട്ടുകൊണ്ടിരുന്നതല്ലേ ഇവിടെ. ഇത് നല്ല കളറാണ്. 3 അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇത് നല്ല, അതും വെജിറ്റബിളാ. മനസ്സിലായി. നല്ല സുഖം ഇങ്ങനെയുള്ളത്. ഈ വെജിറ്റബിളിന്റെ ഒരു പ്രത്യേകത ഇച്ചിരി ഡൾ ലുക്കിംഗ് കളറായിരിക്കും. കാരണം വെജിറ്റബിൾസിന്റെ കളറല്ലേ ചേർക്കണേ, അപ്പൊ ഭയങ്കര ബ്രൈറ്റ്നെസ് അതിനും ഉണ്ടാവില്ല. എനിക്കിഷ്ടവും അതാണ്, ആ ഒരു ഡൾനെസ്. ലൈനിങ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഓർമ്മയില്ല. നോക്കട്ടെ. ഇല്ല ഇല്ല, അതിന്റെ കളർ തന്നെയാണ്. 1 2 3 4 എണ്ണം അല്ലേ? അമ്മയ്ക്ക് കുറച്ച് സമാധാനമായി തോന്നുന്നു. സമാധാനായി, പക്ഷെ അടിയിലിടുന്നത് വേണം. ഇല്ലെങ്കിൽ സമാധാനം മാറും. മാറും. അപ്പൊ എല്ലാം നല്ല കളറാണ്.
ഇത് എല്ലാം നല്ലതാ. ഇതാണ്, ഇത് വളരെ നല്ലതാ, ഇതും നല്ലതാ. പിങ്ക് ഷെയ്ഡ് പിന്നെ എനിക്ക് ഇഷ്ടമാണല്ലോ, അതും നല്ലതാ, ഇതും നല്ലതാ. 4 നല്ലതാ. 4 അല്ലേ? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഏതാ? എനിക്ക് കളറ് പിങ്കാ ഇഷ്ടം, പക്ഷെ ഇതാണ് നിനക്ക് ചേർന്നതായിട്ട് എനിക്ക് തോന്നിയത്, നമ്പർ 1. അതെ. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് പിങ്കാ ഇഷ്ടം. അമ്മ പിങ്കി പേഴ്സൺ അല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് രണ്ടും നല്ലതാ. ഇത് അജ്റാക്ക. അതിന്റെ കൂടെ ബ്ലാക്ക് ഇടാം. ഇതിന്റെ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രീൻ ഇടാന്ന. ഗ്രീനും ഇതിന്റെ കൂടെ ഗ്രീൻ ആർമി ഗ്രീൻ. ഇതിന്റെ കൂടെ തീരുമാനമായില്ല, വേണമെങ്കിൽ മെറൂൺ ഇടാം. മെറൂൺ ഇടാം, മെറൂൺ കുഴപ്പമില്ല, മെറൂൺ മതി. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ കളറുകളെല്ലാം നിലവിൽ ഉള്ളതാ, പക്ഷെ ഒരു മെറൂണും ഒരു ഗ്രീനും മേടിക്കണം കേട്ടല്ലോ, അല്ലെങ്കിൽ വിവരറിയും. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നല്ലതാ. ഇതാണ് നമ്പർ 1. നമ്പർ 2 ഇതാ. പിന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതെ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം. അപ്പൊ ഇനി ഇത് പ്രേക്ഷകർ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയത് മേടിച്ചപ്പോ അങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഇനി ഓരോന്നും ഇട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. എത്രത്തോളം നടക്കൂന്ന് അറിയില്ല കേട്ടോ, സമയക്കുറവുണ്ടാവും. ഇതിന്റെ കളക്ഷൻ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ട്. ഇതിന്റെ ഉണ്ട്, അത് നിങ്ങക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. ഡ്രസ്സുകൾ ഇട്ട് ഇങ്ങനെ ഓരോന്ന് മാറി മാറി ഇടയ്ക്ക് കാണിക്കാറുണ്ട് നമ്മള്. വീഡിയോ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അത് പുതിയ ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവര് ചിലപ്പോ ചോദിച്ചത്. അപ്പൊ എല്ലാം തെറ്റില്ല കേട്ടോ, തിരക്കേടില്ല. ഓക്കെ. ഇന്ന് അപ്പൊ വൈകുന്നേരം എന്നോട് പറഞ്ഞാ നിന്നെ അങ്ങോട്ട് വന്നപ്പോ ആ ഇട്ടേക്കണതൊക്കെ മാറി വെച്ച് വേറെ ഉപ്പായങ്ങൾ ഇടാനില്ലേന്ന് ചോദിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞു ചോദിച്ചോളാൻ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇതിപ്പോ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കുളിക്കാൻ കയറി. ചേച്ചി വരുമ്പോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം കേട്ടോ. ഇതാ, ഇത് നമുക്ക് കുപ്പിയിലിടാൻ ബാക്കി. ഞാൻ കൊണ്ടുവന്നപ്പോ സാധനങ്ങള് ഇത് ഇന്നലെ ഞാനും അപ്പൊ എങ്ങനെ തൃപ്പൂണിത്തുറ പോയി. പ്രീതി പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, പ്രീതിയുടെ പ്ലാറ്റിനം മിക്സി 5 വർഷം കഴിഞ്ഞ മിക്സിയാ ഞങ്ങളുടെ. അപ്പൊ അതിന്റെ ചട്നി ഗ്രൈൻഡർ മോശമായിരുന്നു, ഇങ്ങനെ മൂർച്ച കുറഞ്ഞത് തന്നെയല്ല. ഇതെല്ലാം ഈ വൈറ്റ് കളറായതുകൊണ്ട് അവിടെയൊക്കെ കളർ ചേഞ്ച് വന്നപ്പോ ഒരെണ്ണം പുതിയത് എടുത്തതാ ഇന്നലെ. 698 ഇതിന് മാത്രം. അങ്ങനെ സെപ്പറേറ്റ് കിട്ടുമല്ലേ? പിന്നെ അത് ഒരു കാര്യമുണ്ട്, പ്രീതിയുടെ സർവീസ് സെന്ററിൽ ചെല്ലണം. നമ്മുടെ നിയറസ്റ്റ് സർവീസ് സെന്റർ തൃപ്പൂണിത്തുറയാണ്. പിന്നെയുള്ള സർവീസ് സെന്റർ എറണാകുളത്ത്. പണ്ട് ബാറ്റയുടെ അവിടെ ആയിരുന്നു, MG റോഡിലെ ബാറ്റയുടെ അവിടെയായിരുന്നു, പാർത്താസിന്റെ അവിടെയുള്ള QRS എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റി വളഞ്ഞമ്പലത്താണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾ പോണത് പ്രീതിയുടെ സർവീസ് സെന്റർ തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിന്റെ അവിടെ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കണ്ടുമുട്ടി. ആ സബ്സ്ക്രൈബർ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരിയാണ്. അവിടെ വെച്ച് കണ്ട് ഭയങ്കര ത്രില്ലായി, കുറേ സംസാരിച്ചു. പേരും പറഞ്ഞേക്കാം, പേര് ഗീത. അപ്പൊ അവര് മകളുമായിട്ട് അവർക്ക് എന്തോ മിക്സിയുടെ കംപ്ലൈന്റ് ആയിട്ട് വന്നതാ. പിന്നെ ഞാനും അപ്പയെങ്കിലും അപ്പയ്ക്ക് കയ്യിൽ മേടിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇപ്പൊ കയ്യിൽ മേടിച്ചിറങ്ങണം. ഞാൻ മരിയെ കയറി വേറെ 1-2 പാത്രങ്ങൾ അതും ഇതുമൊക്കെ നോക്കാൻ. അന്നേരം അവിടെ ഒരു സബ്സ്ക്രൈബർ ശോഭ, എന്നിലും ഏജ് ഉണ്ട് കേട്ടോ. അത് കണ്ടോണ്ട് ഹസ്ബൻഡ് അവിടെ നിൽക്കണ കണ്ടപ്പോ മാഡം ഉണ്ടാവും എന്ന് ഓർത്താന്നും പറഞ്ഞ കണ്ടോണ്ട് കാലൊക്കെ തീരെ വയ്യ, ഓടി സംസാരിക്കാനായിട്ട് വന്നു. തൃപ്പൂണിത്തുറയാണ് വീട്, മോളെ അന്വേഷിച്ചെന്ന് പറയണോന്നൊക്കെ പറഞ്ഞ് കുറെ നേരം സംസാരിച്ചു. ഗീതയും ശോഭയും 2 പേര്. അതുകൂടാതെ റോഡിൽ വെച്ചൊരു ശാരി. അപ്പൊ ആ മോളെ അന്വേഷിച്ചെന്ന് പറഞ്ഞ അങ്ങനെ പലരെയും കണ്ടുമുട്ടി. അപ്പൊ ഇത് ഇന്നലെ മേടിച്ചതാട്ടോ. വേറെ കൈലികൾ അങ്ങനെയുള്ള സാധനമൊക്കെ മേടിച്ചത്. ഓക്കെ.